ഹലോ ഗായ്സ്, വെൽക്കം ടു മെഡ് ഹെഡർ. നമ്മൾ നോക്കാൻ പോകുന്നത് ഇസ്പാഗുളാണ്. ഒരുപാട് ഇമ്പോർട്ടൻ്റ് ഉള്ള അല്ലെങ്കിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു ഭാഗം കൂടെയാണ്. സോ ഏകദേശം ഞാൻ 11 സിനോണിംസ് തന്നിട്ടുണ്ട്. സോ സിനോണിംസ് എല്ലാം വായിക്കണം. സോ ഇസ്പാഗുൾ, ഇസ്പാഗുല, ഇന്ത്യൻ സിലിയം, സ്പോഞ്ചൽ സീഡ്സ്, ബ്ലോൺ സിലിയം, പെയിൽ സിലിയം, സൈലിയം ഹസ്ക്, സൈലിയം സീഡ്, ബ്ലോൺ പ്ലാന്റഗോ, പ്ലാന്റഗോ ഒവേറ്റ, ചിക്വാസി, ചൈനീസ് നെയിമാണ് ചിക്വാസി. സോ ഇത്രയും പേരുകൾ പറ്റുന്ന അത്രയും മാക്സിമം നോക്കി വെക്കുക. ഞാൻ എപ്പോഴും പറയുന്ന പോലെ കോഗ്നോസിയിലെ സിനോണിംസ് ഒക്കെ വെരി ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. സോ നമുക്ക് അതിന്റെ ബയോളജിക്കൽ സോഴ്സ് നോക്കാം. സോ പ്ലാന്റഗോ ഒവേറ്റ അല്ലെങ്കിൽ നമ്മുടെ ഇസ്പാഗുൽ എന്ന് പറയുന്നത് ഒരു ഡ്രൈഡ് സീഡ് ആണ് കേട്ടോ. എന്താണ് ഡ്രൈഡ് സീഡ് ആണ്, ഫ്രൂട്ട് അല്ല. സോ പ്ലാന്റഗോ ഒവേറ്റ ആണ്. ഒരുപാട് വെറൈറ്റികളുണ്ട്. 2 വെറൈറ്റി ആണ് മെയിൻ ആയിട്ട് പഠിക്കേണ്ടത്. പ്ലാന്റഗോ ഇൻഡിക്ക ആൻഡ് പ്ലാന്റഗോ അഫ്ര ബിലോങ് ടു ദ ഫാമിലി പ്ലാന്റജിനേസി. എല്ലാം പി തന്നെ തുടങ്ങുന്നതുകൊണ്ടും പ്ലാന്റഗോ എന്ന് പറയുന്നത് കൊണ്ടും എളുപ്പമാണ് കേട്ടോ. സോ ജോഗ്രഫിക്കൽ സോഴ്സ് പറയുവാണെങ്കിൽ ഇത് ഇന്ത്യയിൽ കൾട്ടിവേറ്റ് ചെയ്യാറുണ്ട്. ഗുജറാത്ത്, മഹാരാഷ്ട്ര, പഞ്ചാബ്, രാജസ്ഥാനിലൊക്കെയാണ് കൂടുതലും കാണാറുള്ളത്. അത് മാത്രമല്ല സൗത്ത് പ്രോവിൻസ് ഓഫ് പാകിസ്ഥാനിലും അധികമായി കാണാറുണ്ട്. സോ ഇസ്പാഗുല എന്നൊരു പേര് കേട്ടല്ലേ, ഒരു പേർഷ്യൻ വേർഡ് പോലെ ടച്ച് തോന്നുന്നില്ലേ? അപ്പൊ അതെങ്ങനെയാ വന്നേ നമുക്ക് നോക്കിയാലോ. സോ ഇസ്പാഗുല എന്ന് പറയുന്നത് 2 വാക്കിൽ നിന്നാണ് വന്നത്. ഫേസ്റ്റ് വൺ ഈസ് ഇസാപ്പ്, രണ്ടാമത് ഗോള്. സോ ഇസാപ്പ് എന്ന് വെച്ചാൽ കുതിര ആൻഡ് ഗോൾ എന്ന് വെച്ചാൽ ഇയർ. നിങ്ങൾ ഇസ്പാഗുലിന്റെ ഷേപ്പ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കുതിരയുടെ ചെവി പോലെ ആയിരിക്കും ഉണ്ടായിരിക്കുക കേട്ടോ. സോ അത് മാത്രമല്ല ഇതൊരു റാബി ക്രോപ്പാണ്. വെൽ ഡ്രെയിൻഡ് ലോമി സോയിൽ വേണം. അത് മാത്രമല്ല ബ്രോഡ്കാസ്റ്റിംഗ് മെത്തേഡ്, നമ്മൾ വെതറില്ലേ, വിതക്കില്ലേ, ആ ഒരു രീതിയാണ് ഇതിന് കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുക. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് പ്ലാന്റഗോ ഒവേറ്റ, ഡ്രൈഡ് സീഡ്, പ്ലാന്റജിനേസി. രണ്ടാമത്തെ ഇന്ത്യയിലാണ്, സൗത്ത് പ്രോവിൻസ് ഓഫ് പാകിസ്ഥാൻ ആൻഡ് പേർഷ്യൻ വീഡ്, ഇസാപ്പ്, ഗോള്, റാബി ക്രോപ്പാണ്, വെൽ ഡ്രെയിൻ ലോമി സോയിൽ വേണം, ബ്രോഡ്കാസ്റ്റിംഗ് മെത്തേഡാണ്. ഇത്രയും പോയിന്റ്സ് ആണ് നമുക്ക് ഇവിടെ നിന്ന് നോക്കേണ്ടത്. സോ അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്ന മോർഫോളജിക്കൽ ക്യാരക്ടേഴ്സ് ആണ്. സോ കളർ പിങ്കിഷ് ഗ്രേ ടു ബ്രൗൺ കളറാണ്. ഒരു പിങ്ക് കളർ ഉണ്ടാവുക കേട്ടോ. ലാബിലൊക്കെ കണ്ട ആൾക്കാർക്ക് അറിയായിരിക്കും. സോ ഓർഡർ അങ്ങനെ അധികം ഒന്നും ഉണ്ടാവില്ല. ടേസ്റ്റ് മ്യൂസിലിനീസസ് ആണ്. സോ ഇസ്പാഗുലിനെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടിയാണ് ടേസ്റ്റ് മ്യൂസിലിനീസസ് കേട്ടോ. സോ അതുകൊണ്ട് അത് മറന്നു പോകരുത്. ഷേപ്പ് ഒവേറ്റ്, ബോട്ട് ഷേപ്പ് ആൻഡ് കിംഫിഫ്രോൺ. ഈ പിക്ചർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഒരു ബോട്ടിന്റെ ഷേപ്പ് പോലെ ഉണ്ടാവുക. സോ സൈസ് 1.5 to 3.5 മില്ലിമീറ്റർ ലോങ് കാണാറുണ്ട്. 1 to 1.8 മില്ലിമീറ്റർ വൈഡും കാണാറുണ്ട്. സോ വെയിറ്റ് ഓഫ് 100 gram സീഡ് എന്ന് പറഞ്ഞാൽ, സോ 100 സീഡ് വെച്ച് നോക്കുവാണെങ്കിൽ 0.15 to 0.19 gram ആണ്. അപ്പൊ തന്നെ നിങ്ങൾക്ക് ഉദ്ദേശിക്കാം എത്രത്തോളം കുഞ്ഞനാണെന്ന് മനസ്സിലാവും അല്ലേ. സോ അപ്പിയറൻസ് കാണുവാണെങ്കിൽ സീഡ്സ് ആർ ഹാർഡ്, ഭയങ്കര കട്ടിയുള്ളതാണ്. അധികമൊന്നും അങ്ങനെ പെട്ടെന്ന് പൊട്ടിക്കാനൊന്നും ആർക്കും പറ്റില്ല കേട്ടോ. സോ ട്രാൻസ്ലൂസൻ ആൻഡ് സ്മൂത്ത് ദ ഡോഴ്സൽ സർഫസ്. സോ ഇതിനൊരു ഡോഴ്സൽ സർഫസ് ഉണ്ട്. അവിടെയാണ് നമ്മൾ കോൺവെക്സ് സർഫസ് എന്ന് പറയാം കേട്ടോ. സോ കോഡെന്ന് പഠിച്ചാൽ മതി. സോ COD കോഡ്. അപ്പോൾ കോ മീൻസ് കോൺവെക്സ്, D for dorsal surface. Consists of a small elongated glossy reddish brown spot at the center, while the ventral concave surface have a cavity having nil urn covered with the whitish membrane. സോ ഇതെങ്ങനെയാണ് കാണുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, സോ 2 സർഫസ് ഉണ്ട്. ഒന്ന് കോൺവെക്സ് സർഫസും ഉണ്ട്, ഒന്ന് കോൺകേവ് സർഫസുകളും ഉണ്ട്. സോ കോൺവെക്സ് സർഫസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡോർസൽ സർഫസ് എന്നാ പറയാം കേട്ടോ. ഒരു ചെറിയ എലങ്ങിട്ടായിട്ട് ഗ്ലോസി റെഡിഷ് ബ്രൗൺ സ്പോട്ട് അതിന്റെ സെൻട്രലിൽ കാണും കേട്ടോ. സോ വെൻട്രൽ ആണെന്നുണ്ടെങ്കിൽ ഒരു ക്യാവിറ്റി ഉണ്ട്, അവിടെ ഒരു കവറിങ് ഉണ്ട്. അത് മാത്രമല്ല അവിടെ ഒരു വൈറ്റിഷ് മെംബ്രെയിൻ കൊണ്ട് കവർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് കേട്ടോ. സോ ഒരു സെൻട്രൽ പോർഷനിൽ ഹിലിയം എന്നൊരു പോർഷനും കൂടെ നമുക്ക് കാണാൻ പറ്റും എന്നുള്ളതാണ്. സോ ഇത്രയേ ഉള്ളൂ എന്നെ പറയാനാണെങ്കിൽ. സോ നെക്സ്റ്റ് വൺ ഈസ് കെമിക്കൽ കോൺസ്റ്റൻസ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു മ്യൂസിലേജ് ടേസ്റ്റ് ഉണ്ട് അല്ലേ. സോ അതുകൊണ്ട് തന്നെ കെമിക്കൽ കോൺസ്റ്റൻസ് പറയുമ്പോൾ മ്യൂസിലേജ് ഇൻ ദ ടെസ്റ്റാസ് എപ്പിഡെർമിസ്. സോ 2 കോംപ്ലക്സ് പോളിസാക്കറൈഡ്സ് ഉണ്ട്. ഒരെണ്ണം കോൾഡ് വാട്ടറിൽ സോല്യൂബിൾ ആവും, അതർ ഇൻ ഹോട്ട് വാട്ടർ. എന്താ ഉള്ളത്? 2 കോംപ്ലക്സ് ഓഫ് പോളിസാക്കറൈഡ്സ് ഉണ്ട്. അതിൽ ഒരെണ്ണം കോൾഡ് വാട്ടറിൽ സോല്യൂബിൾ ആവും, മറ്റേതെന്ത് ചെയ്യും? ഹോട്ട് വാട്ടറിലാണ് സോല്യൂബിൾ ആവുന്നത്. സോ കെമിക്കൽ കമ്പോണന്റ് ഇൻക്ലൂഡ് പെൻഡോസൻ ആൻഡ് അൾഡോബേണിക് ആസിഡ്. സോ 2 കെമിക്കൽ കമ്പോണൻസ് ഉണ്ട്, ഒന്ന് പെൻഡോസൻ ആൻഡ് അൾഡോബേണിക് ആസിഡ്. സോ ഹൈഡ്രോളിസിസ്
chemicals of pentosane yield xylose and arabinose. സോ പെൻഡോസോനെ അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന രണ്ട് കെമിക്കൽ കോമ്പൗണ്ടിലെ പെൻഡോസോനെ ഹൈഡ്രോളിസിസ് ചെയ്യുമ്പോൾ സൈലോസും അറാബിനോസും കിട്ടും. ഓക്കെ അല്ലേ? സോ അൾഡോബിണിക് ആസിഡ് ബ്രേക്ക് ഡൗൺ ടു ഗാലക്ട്രോണിക് ആസിഡ് ആൻഡ് റംനോസ്. സോ നമ്മുടെ ഈ അൾഡോബിണിക് ആസിഡിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ ഗാലക്ടോ യുറോണിക് ആസിഡും റംനോസും കിട്ടും. ഓക്കെ അല്ലേ? പ്രോട്ടീൻ ആൻഡ് ഫിക്സഡ് ഓയിൽ പ്രസന്റ് ഇൻ ദ എൻഡോസ്പേം ആൻഡ് എംബ്രിയോ. സോ ബേസിക്കലി നിങ്ങൾ ആലോചിക്കണം, ഒരു സീഡാണ്, അതുകൊണ്ട് തന്നെ ആ സീഡിനകത്ത് പ്രോട്ടീൻസും ഫിക്സഡ് ഓയിലും കാണാറുണ്ട്. സോ അതുകൊണ്ട് തന്നെ അത് എൻഡോസ്പേമിലും എംബ്രിയോയിലാണ് കൂടുതലും ഫോക്കസ് ചെയ്യുക. ഓക്കെ, സോ കെമിക്കൽ കോൺസ്റ്റന്റ് നമുക്ക് ഒന്നും കൂടെ പറയാം. രണ്ട് കോംപ്ലക്സ് ഉള്ളത് പോളിസാക്കറൈഡ്സിൽ. അതിൽ ഒന്ന് കോൾഡ് വാട്ടറിൽ സോലുബിൾ ആവും, അതർ ഹോട്ട് വാട്ടറിലാണ് സോലുബിളൈസ് ആവുന്നത്. ഓക്കെ അല്ലേ? സോ കെമിക്കൽ കോമ്പോണൻസ് പെൻഡോസോനും അൾഡോബിണിക് ആസിഡും ആണ്. സോ പെൻഡോസിനെ ഹൈഡ്രോളിസിസ് ചെയ്യുമ്പോൾ സൈലോസും അറാബിനോസും, അൾഡോബിണിക് ആസിഡ് ബ്രേക്ക് ഡൗൺ ചെയ്യുമ്പോൾ ഗാലക്ടോ യുറോണിക് ആസിഡും റംനോസും കിട്ടും. സോ ഒരു പ്രോട്ടീനും ഫിക്സഡ് ഓയിലും ഉണ്ട്. സിമ്പിൾ അല്ലേ? സോ നെക്സ്റ്റ് വൺ കെമിക്കൽ ടെസ്റ്റ് നോക്കാൻ പോകുന്നത് ഒരു പോസിറ്റീവ് റിയാക്ഷൻ, അതായത് പിങ്ക് കളർ നമ്മൾ റുദീനിയം റെഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ കിട്ടും. അതായത് നമ്മൾ ഈ ഇസ്പാഗുലർ സീഡും അതും റുദീനിയം റെഡുമായിട്ട് നമ്മൾ റിയാക്ട് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ അതിനെ റിയാക്ട് ചെയ്യാൻ വേണ്ടി ഫെസിലിറ്റേറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു പിങ്ക് കളർ കിട്ടും. അത് മ്യൂസിലേജ് ഉള്ളത് കൊണ്ടാണ്. സോ മ്യൂസിലേജ് റിലീസ് ആൻഡ് സോൺ ഫോർമേഷൻ അറൌണ്ട് സീഡ് വെൻ വാട്ടർ ഈസ് ആഡഡ്. സോ നമ്മൾ എപ്പോഴാണോ സീഡ് വെച്ചിട്ട് വെള്ളം ആഡ് ചെയ്യുന്നത് ആ സമയത്ത് അതിൽ നിന്ന് മ്യൂസിലേജ് പോവുകയും ഒരു സോൺ ഫോം ചെയ്യുകയും ചെയ്യാറുണ്ട്. സോ രണ്ട് ടെസ്റ്റുകളാണ്, ഒന്ന് പിങ്ക് കളർ കിട്ടുന്ന റുദീനിയം ടെസ്റ്റും, രണ്ട് മ്യൂസിലേജ് റിലീസ് ആകുകയും സോൺ ടെസ്റ്റുമാണ് കേട്ടോ. സോ രണ്ടാമത് സ്വെല്ലിംഗ് ഫാക്ടേഴ്സ് ആണ്. സോ യൂസ് ടു ഡിറ്റർമൈൻ സീഡ് പ്യൂരിറ്റി. ഒരു സീഡിന്റെ പ്യൂരിറ്റി അറിയാൻ വേണ്ടി ഡിറ്റർമൈൻ ചെയ്യുന്ന ഒരു ടെസ്റ്റാണ് സ്വെല്ലിംഗ് ഫാക്ടർ. സോ ക്വാണ്ടിറ്റേറ്റീവ് മെഷർമെന്റ് ഇൻവോൾവ് പ്ലേസിംഗ് 1 gram of the drug in a 25 ml cylinder with 25 ml of water. സോ നമുക്ക് നമ്മുടെ 25, ചില ടെക്സ്റ്റ് ബുക്കിൽ 25 പറയാറുണ്ട്, ചില ടെക്സ്റ്റ് ബുക്കിൽ 20 പറയാറുണ്ട് കേട്ടോ. സോ നമ്മുടെ 20 ml വാട്ടർ ഉണ്ട്. സോ ഒരു 25 ml സിലിണ്ടറിൽ എടുക്കുന്നു. സോ 25 ml വാട്ടർ എടുക്കുവാണെങ്കിൽ 30 ml സിലിണ്ടറിലേക്ക് എടുക്കേണ്ടി വരും. സോ +5 എടുക്കേണ്ടി വരും കേട്ടോ. സോ നമ്മുടെ 20 ml ഓഫ് വെള്ളം ഉണ്ട്. സോ 25 ml സിലിണ്ടറും ഉണ്ട്. അതിലേക്ക് 1 gram സീഡ് നമ്മൾ ആഡ് ചെയ്യുകയാണ്. സോ ആഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഈ സീഡ് എത്രത്തോളം വെള്ളം കുടിച്ചിട്ട് ഇത് ഉയർന്നു വരും എന്ന് നമ്മൾ നോക്കണം. സോ സ്വെല്ലിംഗ് ഫാക്ടർ 12 to 14 ആയിരിക്കും നോർമലി ഇസ്പാഗുലർ സീഡിന് കാണാറുള്ളത്. ചില ടെക്സ്റ്റ് ബുക്കുകൾ 12 to 14 എന്നുള്ളത് 10 to 14 കാണാറുണ്ട് കേട്ടോ. 2-3 രീതിയിൽ കാണാറുണ്ട്. സോ 12 to 14 ആണ് നമ്മൾ ആ ഒരു ഒഫീഷ്യൽ സ്റ്റാൻഡേർഡ് പറയുന്നത്. സോ യൂസ് പറയുവാണെങ്കിൽ ഡെമൽസൻ്റ് ആണ്, ലക്സേറ്റീവ് ആണ്, ഇമോലിയൻ്റ് ആണ്. കോൺസ്റ്റിപ്പേഷൻ ട്രീറ്റ്മെൻറ്റിലൊക്കെ ഒരുപാട് യൂസ് ചെയ്യാറുണ്ട്. ആൻഡ് എംപ്ലോയ്ഡ് ഇൻ ദ ടാബ്ലറ്റ് പ്രിപ്പറേഷൻ ആൻഡ് സ്റ്റെബിലൈസർ ഇൻ ഐസ്ക്രീം. സോ ഐസ്ക്രീമിൽ സ്റ്റെബിലൈസറായിട്ടും ടാബ്ലറ്റ് പ്രിപ്പറേഷൻസിലൊക്കെ ഒരുപാട് ഉപയോഗിക്കാറുണ്ട്. സോ സബ്സ്റ്റിറ്റ്യൂവൻസ് നോക്കിയാലോ, സൈലിയം സീഡ്സ് ആണ് സബ്സ്റ്റിറ്റ്യൂവൻസ്, ഫ്ലേ സീഡ്സ് എന്നും പറയാറുണ്ട്. സോ അഡൾട്രൻസ് ആണ് പ്ലാന്റഗോ ലാൻസിയോലേറ്റ. എന്താണ് പ്ലാന്റഗോ ലാൻസിയോലേറ്റ? സോ നമുക്ക് ഇത്രയുമാണ് പഠിക്കാനുള്ളത്. ഞാൻ പറഞ്ഞതുപോലെ ഭയങ്കര ഒരു സിമ്പിൾ ചാപ്റ്റർ ആണ്. ഇസ്പാഗുല എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ ഗ്രാസ്പ് ചെയ്യാൻ പറ്റും. സോ നോട്ട് നന്നായിട്ട് വായിക്കുക, സിനോണിംസുകൾ നോക്കുക. സോ നെക്സ്റ്റ് കാണാം. ബൈ ദ വൈ.